ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആർമി റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ ഹാജരാക്കേണ്ട ഫോട്ടോ സഹിതമുള്ള ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ്. ആർമി റിക്രൂട്ട്മെൻറ്റ് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ കയറി കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് ഫോട്ടോ നിർബന്ധമായിട്ടുള്ളത്, അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അൺമാരിഡ് സർട്ടിഫിക്കറ്റ്, p.c.c അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ 4 സർട്ടിഫിക്കറ്റിലാണ് പ്രധാനമായിട്ടും ഫോട്ടോ വേണ്ടത്, നിർബന്ധമായിട്ടുള്ളത്. ഇങ്ങനെ തയ്യാറാക്കിയ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഞാൻ ഈ വീഡിയോയുടെ സ്ക്രീനിലൂടെ നിങ്ങൾ കാണിക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നിശ്ചിത മാതൃക ഒരു അപേക്ഷ തയ്യാറാക്കേണ്ടതാണ്. ആ അപേക്ഷ എഴുതേണ്ട ഫോർമാറ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണുക. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അൺമാരിഡ് സർട്ടിഫിക്കറ്റ്, ഈ 3 സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുക വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റിൻ്റെ ഒരു നിശ്ചിത മാതൃകയിൽ അപേക്ഷ എഴുതിയ ശേഷം അപേക്ഷയോടൊപ്പം നമ്മുടെ പ്രൂഫും വെക്കേണ്ടതാണ്. അതിനായി വേണ്ടത് ഒന്ന് SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും രണ്ടാമതായിട്ട് വേണ്ടത് റേഷൻ കാർഡിൻ്റെ കോപ്പിയുമാണ്. ഇത് രണ്ടും അതിലൂടെ പിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ഫോട്ടോയും അതിൽ ഉൾപ്പെടുത്തുക. ഫോട്ടോ അതിൽ പതിപ്പിക്കേണ്ടതില്ല, നമ്മൾ അപേക്ഷയോടൊപ്പം കൊടുത്താൽ മതി. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് പോകുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സെയിം ഫോട്ടോ തന്നെ ഇതിലും കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. കഴിവതും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിലും സെയിം ഫോട്ടോ ആകാൻ ശ്രമിക്കുക. ഇങ്ങനെ അപേക്ഷയും പ്രൂഫും എല്ലാം തയ്യാറാക്കിയ ശേഷം ആദ്യം വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസർ നേരിൽ കാണുക. അതിനുശേഷം വില്ലേജ് ഓഫീസർ ഇത് വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ഒരു റിപ്പോർട്ട് എഴുതി നമുക്ക് തരുന്നതാണ്. ഇങ്ങനെ തരുന്ന റിപ്പോർട്ടും നമ്മൾ സമർപ്പിച്ച അപേക്ഷയും നമുക്ക് തിരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേരെ താലൂക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. താലൂക്ക് ഓഫീസിൽ പോയി താലൂക്ക് ഓഫീസറെ സമീപിക്കേണ്ടതാണ്. താലൂക്ക് ഓഫീസർ ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ റിലീജിയൻ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിലീജിയൻ പ്രത്യേകമായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അതും താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് p.c.c ആണ്. p.c. എന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇത് ലഭിക്കുക. നമ്മുടെ പേരിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതല്ല. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ പ്രൂഫും കൊടുക്കേണ്ടതാണ്. SLC സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഫോട്ടോയും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടതാണ്. ഫോട്ടോ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആ സർട്ടിഫിക്കറ്റിൽ അവർ പതിപ്പിക്കുന്നതല്ല. ഇങ്ങനെ അപേക്ഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി നമ്മൾ വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ട അപേക്ഷയുടെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഈ അപേക്ഷ എഴുതേണ്ടതാണ്. എഴുതിയ ശേഷം നെയിം എന്ന സ്ഥാനത്ത് നിങ്ങളുടെ നെയിമും അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ അഡ്രസ്സും എഴുതുക. നിങ്ങൾക്ക് 3 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് 3 അപേക്ഷയാണ് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. അതിനായി നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ആരോ കാണിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റാണോ വേണ്ടത് ആ സർട്ടിഫിക്കറ്റിൻ്റെ നെയിം എഴുതുക. ഓരോ അപേക്ഷയിലും ഓരോ നെയിം എഴുതുക. ഇങ്ങനെ അപേക്ഷ എഴുതി തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ പ്രൂഫും അതിനകത്ത് പിൻ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് ഒട്ടിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫോട്ടോ നേരിൽ കൊടുത്ത വില്ലേജ് ഓഫീസർ കയ്യിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫോട്ടോ സഹിതമുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, വ്യക്തമായി മറുപടി ഇരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുറന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.